ISRO അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻസ് വന്നിരിക്കുക. അപ്പൊ നമ്മൾ സ്റ്റാഫ് സെലക്ഷൻ റെയിൽവേ എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ SSCയുടെ സിലബസും ISROയുടെ സിലബസും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊക്കെ നമ്മളൊന്ന് പരിശോധിക്കാനായിട്ട് പോവാണ്. തീർച്ചയായിട്ടും ഒരുപാട് ബന്ധങ്ങളുണ്ട്. നമ്മൾ SSCക്ക് മെയിൻലി പഠിക്കുന്ന സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ്? മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ്, ജനറൽ അവയർനെസ്. ISROയുടെ എക്സാമിനും അതേ സിലബസ് തന്നെയാണ് വരുന്നത്. അതിന്റെ സിമിലാരിറ്റിയും എന്തൊക്കെയാണ്, ഇവിടുത്തെ എക്സാമിന്റെ പാറ്റേണും മറ്റു കാര്യങ്ങളും ഒക്കെ നോക്കാം. ISROയുടെ സൈഡിൽ നിന്ന് വളരെ മികച്ച ഒരു അവസരമാണ് വന്നിരിക്കുന്ന ISRO അസിസ്റ്റന്റ്. അപ്പൊ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. ഈ ഒരു അവസരം ആരും തന്നെ മിസ് ചെയ്യരുത്. എന്താണ് ISRO എക്സാമിന് അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ISRO എക്സാമിന് തയ്യാറെടുക്കുമ്പോൾ അതിന്റെ സ്റ്റേജുകൾ ഏതൊക്കെയാണ്? നിങ്ങൾ നോക്കൂ, വളരെ സിമ്പിൾ ആയിട്ട് എനിക്ക് പറയാമെന്നുള്ളതേ ഉള്ളൂ. 3 സ്റ്റേജുകളാണ് വരുന്നത്. ഒരു റിട്ടൺ എക്സാം ഉണ്ട്, അതേപോലെ തന്നെ നമ്മുടെ സ്കിൽ ടെസ്റ്റ്, കമ്പ്യൂട്ടർ പ്രൊവിഷ്യൻസി ചെക്ക് ചെയ്യുന്ന ടെസ്റ്റ്, അതുപോലെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ. ഒറ്റ എക്സാമേ ഉള്ളൂ കേട്ടോ, ഒറ്റ എക്സാം. വളരെ വലിയ ഒരു അഡ്വാൻറ്റേജ് ആണ്. പ്രിലിംസ്, മെയിൻസ് ഇങ്ങനെയുള്ള കടമ്പകളൊക്കെ കടന്നു പോകുന്ന ആളുകളെ സംബന്ധിച്ച് SSCക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് SSC റെയിൽവേ എക്സാമുകൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ ഈ അവസരം മിസ് ചെയ്യരുത്. നമുക്ക് ആ ഒരു കമ്പാരിസൺ കൂടി ഞാൻ ക്ലിയർലി പറഞ്ഞു തരാം. ആ കമ്പാരിസൺ കൂടി മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇതിന് പ്രിപ്പയർ ചെയ്യും. ഇതാണ് ആ കമ്പാരിസൺ. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 എക്സാമും ഓൺലൈൻ പരീക്ഷയാണ്. അപ്പൊ നമുക്ക് ആ എഴുതിക്കൊണ്ടിരിക്കുന്ന പാറ്റേണിനകത്ത് വ്യത്യാസമൊന്നുമില്ല. അത് ക്ലിയർ ആണ്. ഇവിടെ 200 ക്വസ്റ്റ്യൻസ് ആണ് ISROയ്ക്ക് വരുന്നത്, ഇവിടെ 100 ക്വസ്റ്റ്യൻസ് ആണ് SSCക്ക് വരുന്നത്. പറഞ്ഞു മനസ്സിലായോ? ഇനി ഇവിടെ 200 മാർക്കും ഇവിടെ എത്രയാണ് വരുന്നത്? 200 മാർക്ക്. അപ്പൊ മാർക്കിൽ വ്യത്യാസമില്ല. ഇവിടെ 100 ക്വസ്റ്റ്യൻസിന് ഓരോ ക്വസ്റ്റ്യനും 2 മാർക്കാണ്. ഇവിടെ 200 ക്വസ്റ്റ്യൻസിന് ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്കാണ് വരുന്നത്. ഇവിടെ 200 ക്വസ്റ്റ്യൻസ് ഉണ്ടായത് 2.5 മണിക്കൂർ, 2.5 hours ആണ് ഇവിടെ എക്സാമിന് കിട്ടുന്നതെങ്കിൽ ഇവിടെ എത്രയാ മക്കളെ? 60 മിനിറ്റ്സ്, 1 മണിക്കൂറേ ഉള്ളൂ. ശരിയല്ലേ? 100 ക്വസ്റ്റ്യൻ 1 മണിക്കൂർ, 200 ക്വസ്റ്റ്യൻ 2.5 മണിക്കൂറുണ്ട്. അപ്പൊ നമുക്ക് അത്യാവശ്യം സമയം കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. ഇവിടുത്തെ നെഗറ്റീവ് നോക്കിയേ, 0.25 ആണ് നെഗറ്റീവ് മാർക്ക്, ഇവിടെ 0.50 ആണ് നെഗറ്റീവ് മാർക്ക്. അപ്പൊ എന്തുകൊണ്ടും മികച്ച അവസരം തന്നെയാണ് ISRO അസിസ്റ്റന്റ് പരീക്ഷ. SSC എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന, അതുപോലെ റെയിൽവേ എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ഈ ഗോൾഡൻ ചാൻസ് ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. തീർച്ചയായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യാനുള്ള ടൈം ഇനിയും നമ്മുടെ ഫ്രണ്ടിലുണ്ട്. ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ആ സിലബസ് ഒന്നുകൂടി കാണിച്ചു തരാം മക്കളെ. ഒന്നുകൂടി ഇതാ നോക്കേ, എന്താണ് ഇവിടുത്തെ ടോപ്പിക്കുകൾ പഠിക്കണ്ടേ? അപ്പോൾ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കിക്കോ നിങ്ങൾ. ക്വാണ്ടിറ്റി നമുക്കറിയാം SSCക്ക് ഏതൊക്കെയാ ടോപ്പിക്ക്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റ്യൂഡ്, റീസണിങ്, ഇംഗ്ലീഷ്, അതേപോലെ ജനറൽ അവയർനെസ്. ഇവിടെയും അത് തന്നെയാണ് സിലബസ് വരുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റ്യൂഡും ജനറൽ ഇംഗ്ലീഷും. അതിന്റെ വെയിറ്റേജ് നോക്കിയേ, ഇവിടെ 50 ക്വസ്റ്റ്യൻസ് 50 മാർക്ക്, ഇവിടെ 25 ക്വസ്റ്റ്യൻസ് 50 മാർക്ക്. അത് നമ്മൾ നേരത്തെ നോക്കി കഴിഞ്ഞു. ഇവിടെ 50 ക്വസ്റ്റ്യൻസ്, ഇവിടെ 25 ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻസ് പകുതിയായിട്ട് ഇവിടെ ഇരട്ടിയായിട്ട് മാറുന്നു. എന്തിനകത്ത്? ISROയിൽ വരുമ്പോൾ എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. ദാ സിലബസ് നോക്കിയേ, 90% സിമിലർ ആണ്. എന്തുമായിട്ട്? നമ്മുടെ SSC CGL അല്ലെങ്കിൽ SSC പരീക്ഷയുമായി ISROയുടെ സിലബസ് 90% ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് സിലബസാ. ദാ നോക്കിയേ, സെയിം സിലബസാ. അതേപോലെ തന്നെ ഇംഗ്ലീഷ് എടുത്താൽ 95%. മക്കളെ ഇവിടെയും വരുന്നത് എന്താ? ഗ്രാമർ, അതേപോലെ വൊക്കാബുലറി, എന്താണ് എറർ സ്പോട്ടിങ്, സെന്റൻസ് ഇംപ്രൂവ്മെന്റ്, ക്ലോസ് ടെസ്റ്റ്, കോംപ്രിഹെൻഷൻ ടെസ്റ്റ്, റീഡിംഗ് കോംപ്രിഹെൻഷൻ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെയുള്ള ടോപ്പിക്കുകൾ തന്നെയാണ് ഇംഗ്ലീഷിൽ വരുന്നത്. ഇവിടെയോ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലോ നമ്മുടെ സെയിം അരിത്തമെറ്റിക് ടോപ്പിക്കുകൾ. എന്താണ് അരിത്തമെറ്റിക് ടോപ്പിക്കുകൾ വരുന്നത്? സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, പെർസെന്റേജ്, ആവറേജ്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ടൈം ആൻഡ് വർക്ക്, അതേപോലെയുള്ള ടോപ്പിക്കുകൾ, ആൾജിബ്ര, ജോമെട്രി, മെൻസുറേഷൻ, ട്രിഗണോമെട്രി, ഇങ്ങനെയുള്ള ടോപ്പിക്കുകളുണ്ട്. ISROയിൽ വരുമ്പോൾ ക്വസ്റ്റ്യൻസ് അലൈൻ ക്ലോസ്ലി വിത്ത് സ്റ്റാൻഡേർഡ് SSC ടയർ 1 ലെവൽ വരെയുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമുക്ക് എന്തിൽ വരുന്നത്. ഈ ലെവലും അനുസരിച്ച് പറയുകയാണെങ്കിൽ SSC നന്നായി പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് ISROയുടെ മാത്സ് ഒക്കെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം? ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇംഗ്ലീഷും അതേപോലെ 95% സിമിലർ ആണ്. അപ്പോൾ മാത്സ് സിമിലർ ആണ്, അതേപോലെ എന്താണ് ഇംഗ്ലീഷും ഉള്ള സിമിലാരിറ്റി ഞാൻ കാണിച്ചു തന്നു. ഇനി നിങ്ങൾക്ക് എന്താ അറിയേണ്ടത്? സാർ റീസണിങ്ങിൽ എത്ര പെർസെന്റേജ് സിമിലർ ആണ്? ദാ നോക്കൂ മക്കളെ, റീസണിങ്ങിലും 95%. നോക്കൂ, 95% റീസണിങ്ങിലും സിമിലർ ആണ്. 95%. അതുപോലെ തന്നെ ജനറൽ നോളജ് എടുത്താൽ 80% സിമിലറാ. കാരണം ഇവിടെ നമുക്ക് എല്ലാ ടോപ്പിക്കുകളും ഉണ്ട്. നമ്മുടെ SSCയുടെ പോലെ ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, അതേപോലെ സ്റ്റാറ്റിക് GK, കറണ്ട് അഫയേഴ്സ് പോലെയുള്ള ടോപ്പിക്ക് പ്ലസ്
ഇവിടെ മക്കളെ നോക്കൂ, ബേസിക് സയൻസ് ആൻഡ് ടെക്നോളജിയെ കുറച്ചുകൂടി ഒരു വെയിറ്റേജ് എവിടെ വരുന്നുണ്ട്. അതാണ് 80% സിമിലർ എന്ന് പറഞ്ഞത്. ഒരു 20% വെയിറ്റേജ് എന്തിൽ വരുന്നുണ്ട്? നമ്മുടെ ISRO പരീക്ഷയ്ക്ക് വരുന്നുണ്ട്. ക്ലിയർ ആണേ? അപ്പോ മാത്സ് എടുത്തോട്ടെ, റീസണിങ് എടുത്തോട്ടെ, ഇംഗ്ലീഷ് എടുത്തോട്ടെ, 90 to 95% അത് തന്നെയാ. നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും പഠിക്കണ്ട. GK പഠിക്കുമ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജി കുറച്ചുകൂടി വെയിറ്റേജ് ഇട്ട് പഠിക്കാമെങ്കിൽ SSCയുടെ അതേ പാറ്റേൺ തന്നെയല്ലേ ISRO പരീക്ഷ? ഞാൻ കാണിച്ചു തന്നേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? സീരിയസ്ലി ഞാൻ എപ്പോഴും നമ്മുടെ വിദ്യാർത്ഥികളോട് പറയാറുണ്ട്, നിങ്ങൾ SSC എക്സാംസ് എന്ന് പറഞ്ഞാൽ 2 പരീക്ഷ നിങ്ങൾ കണക്കൂട്ടിയാൽ മതി. ഏതൊക്കെയാണ്? ഒന്ന് CGL എക്സാമും മറ്റൊന്ന് SSCയുടെ GD പരീക്ഷയും. SSC CGL എഴുതുന്ന ആളുകൾ തന്നെയാണ് MDS, CHSL, അതേപോലെ തന്നെ ISRO പോലെയുള്ള എല്ലാ പരീക്ഷകൾക്കും അവർക്ക് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. അപ്പൊ നിങ്ങൾ പഠിക്കേണ്ടതും ഫോക്കസ് ചെയ്യേണ്ടതും അങ്ങനെയാണ്. ദിശ അക്കാഡമി മെയിൻലി ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന നമ്മുടെ റെഗുലർ ബാച്ചിൽ ക്ലാസ്സുകൾ ആദ്യം നമ്മൾ കൃത്യം ഓർഡറിൽ കൊടുക്കും. എന്നിട്ട് CGL പ്രിപ്പയർ ചെയ്യേണ്ടവർ ആ ഫോക്കസ് ചെയ്ത് പഠിക്കുക, GD പ്രിപ്പയർ ചെയ്യേണ്ട ആളുകൾ GD ഫോക്കസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ എക്സാമുകളുടെ ലെവലുകൾക്ക് വളരെയധികം വ്യത്യാസമുണ്ട്. SSC CGL എക്സാമിന്റെ ഒരു പാറ്റേണിൽ പ്രിപ്പയർ ചെയ്യുന്ന ആളാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ISRO എക്സാം സിമ്പിൾ ആയി ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. IBയുടെ എക്സാം, ഇന്റലിജൻസ് ബ്യൂറോയുടെ എക്സാം നിങ്ങൾക്ക് നിശ്ചയമായിട്ടും കിട്ടുന്നതാണ്. റെയിൽവേ എക്സാംസ് നിങ്ങൾക്ക് വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് പരീക്ഷകൾക്ക് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ഈ മികച്ച അവസരം മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയുമായിട്ട് വന്നത്. ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മസ്റ്റായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതാണ് നമ്മുടെ ആ ഒരു കമ്പാരിസൺ, മാർക്കിന്റെ ഒരു കമ്പാരിസൺ ആണ് ഇവിടെ പറയുന്നത്. നമുക്കുള്ളത് എന്താണ്? ജനറൽ ഇംഗ്ലീഷ് 50 ക്വസ്റ്റ്യൻസ് 50 മാർക്ക്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 50 ക്വസ്റ്റ്യൻസ് 50 മാർക്ക്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് 50 ക്വസ്റ്റ്യൻസ് 50 മാർക്ക്, ജനറൽ നോളജ് 50 ക്വസ്റ്റ്യൻസ് 50 മാർക്ക്, 200 ക്വസ്റ്റ്യൻസ് 200 മാർക്ക് ഞാൻ പറഞ്ഞു. അപ്പോൾ കൃത്യമായിട്ട് 2.5 മണിക്കൂർ വരുന്ന പരീക്ഷയാണ് എന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ പഠിക്കാൻ തയ്യാറായിട്ടുള്ളവർ ഇപ്പൊ ദിശയുടെ തന്നെ ഓഗസ്റ്റ് മന്തില് പുതിയ ബാച്ചുകൾ ഫസ്റ്റ് വീക്കിൽ തന്നെ നമ്മുടെ 5 ബ്രാഞ്ചുകളിലും ട്രിവാൻഡ്രം, കൊട്ടാരക്കര, കൊല്ലം, കോഴിക്കോട്, തൃശ്ശൂർ ബ്രാഞ്ചുകളിൽ സ്റ്റാർട്ട് ചെയ്യുക. ഈ ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യാതെ പഠിക്കുക. ഫസ്റ്റ് വീക്ക് ഓഗസ്റ്റ് 3rd and 5th ഡേറ്റുകളിൽ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു അവസരം മിസ് ചെയ്യാതെ എന്ത് ചെയ്യുക മക്കളെ? പഠിക്കുക. ഇനി ഇതിന്റെ ഡേറ്റുകൾ ഞാൻ ഒന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിക്കാം. എന്താണ് നമ്മുടെ പോസ്റ്റുകൾ? അസിസ്റ്റന്റ് പോസ്റ്റ്, ജൂനിയർ പേഴ്സണൽ അസിസ്റ്റന്റ്, അപ്പർ ഡിവിഷൻ ക്ലർക്ക്, അതുപോലെ സ്റ്റെനോഗ്രാഫർ പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ വിളി വന്നിരിക്കുന്നത്. 242 പോസ്റ്റുകൾ. 242-ലെ ഒരെണ്ണം നമ്മൾക്കാണെങ്കിലോ? അങ്ങനെ ചിന്തിക്കുക. 242 എന്നുള്ളതല്ല, 242-ലെ ഒരെണ്ണം നമ്മളാണ് എന്ന് ചിന്തിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക. പേ ലെവൽ 4 ആണ്, വളരെയധികം പ്രാധാന്യമുണ്ട്. ആപ്ലിക്കേഷൻ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അപ്ലൈ ചെയ്യാനായിട്ടുള്ള ടൈം നമ്മുടെ ഫ്രണ്ടിലുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും 27-ാം തീയതി മുതൽ ആപ്ലിക്കേഷൻ എന്താണ്? ലൈവായിട്ട് നിൽക്കുകയാണ്. ഇപ്പോഴും ആപ്ലിക്കേഷൻ ലൈവാണ്. അപ്പൊ ഇമ്പോർട്ടന്റ് ഡേറ്റുകൾ കൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചോ. എന്താണ്? 27 മുതൽ ആപ്ലിക്കേഷൻ ഓക്കെയാണ്. 16/8 അതായത് ഓഗസ്റ്റ് 16, ഈ മാസം 16-ാം തീയതി വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇഷ്ടം പോലെ സമയം ഫ്രണ്ടിലുണ്ട്. ഇനി പക്ഷെ അങ്ങനെ ആലോചിച്ച് സമയം കളയരുത്. തീർച്ചയായിട്ടും എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യണം. അതിന് ഒരു മടിയും വിചാരിക്കരുത് മക്കളെ, ഒരു മടിയും വിചാരിക്കരുത്. ആ ഒരു കാര്യമാണ് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. ഇനി അതേപോലെ തന്നെ നമ്മുടെ പോസ്റ്റുകളുടെ ഒരു വേക്കൻസി വേണേ ഒന്നുകൂടി അറിയാം. അസിസ്റ്റന്റ് UDC 150 വേക്കൻസി ആണ്. ജൂനിയർ പേഴ്സണൽ അസിസ്റ്റന്റ് സ്റ്റെനോഗ്രാഫർ 98 പോസ്റ്റുകളാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് വേണമെങ്കിൽ നോക്കാം. 18 to 28 ഇയേഴ്സ് ആണ് ഏജ് ലിമിറ്റ് വരുന്നത്. ഗ്രാജുവേഷൻ ആണ് ഇവിടെ ക്വാളിഫിക്കേഷൻ ആവശ്യമായിട്ടുള്ളത്. ഞാൻ ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഗ്രാജുവേഷനും അതുപോലെ തന്നെ എന്താണ് +1 year എക്സ്പീരിയൻസ് ഇൻ സ്റ്റെനോഗ്രഫി എന്നുള്ളൊരു കാര്യം ഇവിടെ അഡീഷണൽ പറയുന്നുണ്ട്. അപ്പൊ ഈ ക്വാളിഫിക്കേഷൻ മസ്റ്റ് ആയിട്ട്, ഇപ്പൊ ഡിഗ്രി ക്വാളിഫിക്കേഷനും 60% മാർക്കുമുള്ള ഏതൊരാൾക്കും എന്താണ് ISRO അസിസ്റ്റന്റിന്റെ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. SSC പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ CGL പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ റെയിൽവേ ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്ത് ചെയ്യരുത്? മിസ് ചെയ്യരുത്. നിങ്ങൾ എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യുക. ദിശ അക്കാഡമിയുടെ ബ്രാഞ്ചുകൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫോൺ നമ്പറുകൾ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ എന്നെ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മക്കളെ നിങ്ങൾ ഡയറക്റ്റ് വിളിക്കുക, എന്നെ തന്നെ വിളിക്കുക. എൻ്റെ നമ്പറിൽ വിളിച്ചാൽ തീർച്ചയായിട്ടും ഇതിന്റെ എല്ലാ ഡൗട്ടുകളും ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഒരു 5 ബ്രാഞ്ചുകൾ കേരളത്തിലുണ്ട്. ട്രിവാൻഡ്രത്തുണ്ട്, കൊല്ലത്തുണ്ട്, കൊട്ടാരക്കരയുണ്ട്, അതുപോലെ തന്നെ എവിടെ ഉണ്ട്? തൃശ്ശൂരുണ്ട്, കോഴിക്കോടുണ്ട്. തീർച്ചയായിട്ടും ഈ സൗകര്യം പ്രയോജനപ്പെടുത്തി പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഞാൻ വളരെ സ്നേഹത്തോടെ പറയുവാണ്, ഈ ഓപ്ഷൻ, ഈ ഒരു അവസരം മിസ് ചെയ്യാതെ എല്ലാവരും അപ്ലൈ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.